എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ചു. ഇതാണ് വിവാദം. അപ്പോൾ ഇവിടെ എന്താണ് ഈ കാല് കഴുകിക്കലും പാദപൂജയും രണ്ടും രണ്ടാണ്. പാദപൂജ ഇതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയത്? നമ്മുടെ അദ്വൈത സിദ്ധാന്ത പ്രകാരം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം അതുതന്നെയാണ്. എല്ലായിടത്തും കല്ലിൽ ഉറങ്ങിയിരിക്കുന്ന ഭാവത്തിൽ, വൃക്ഷങ്ങളിൽ ചലിക്കുന്ന ഭാവത്തിൽ, മൃഗങ്ങളിൽ നടമാടുന്ന ഭാവത്തിൽ, മനുഷ്യനിൽ സ്വയം അറിയുന്ന ഭാവത്തിൽ കുടികൊള്ളുന്നതാണ് ആ ചൈതന്യം. മാത്രമല്ല, ആരാണ് ഗുരു? ഇരുട്ട്, നീക്കുന്നവൻ, ഇരുട്ടിനെ നീക്കുന്നവനാണ് ഗുരു. സൂര്യൻ ഗുരുവാണ്. മാത്രമല്ല, ഗുരുവിനെ പറ്റി പറയുന്നെന്താ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതാണ് പറയുന്നത്. ഗുരു ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ബ്രഹ്മനും വിഷ്ണുവും ശിവനും മാത്രമല്ല, ഈ ബ്രഹ്മം, ഇതൊക്കെ തന്നെയാണ് ബ്രഹ്മം. ഇത് മൂന്നും കൂടി ചേർന്നത് തന്നെയാണ് ബ്രഹ്മം എന്ന സങ്കല്പം. ആ ബ്രഹ്മം ഗുരുവാണ് എന്ന് വെച്ചാൽ ഈ ബ്രഹ്മത്തിനകത്തുള്ള സകല ചരാചരങ്ങളും ഗുരുതുല്യരാണ്. മനുഷ്യൻ മാത്രമല്ല, നമുക്ക് എവിടെ നിന്നെല്ലാം അറിവ് ലഭിക്കുന്നുവോ അതൊക്കെ ഗുരുവാണ്. മൃഗങ്ങളിൽ നിന്ന് പല അറിവുകളും നമുക്ക് ലഭിക്കും, വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കും, പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അഗ്നിസാക്ഷിയായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, മറ്റെല്ലാറ്റിനെയും നശിപ്പിച്ച് സ്വയം മലിനപ്പെടാതെ നിൽക്കുന്ന ഒന്നാണ് അഗ്നി. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട്. അത് അഗ്നിയിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു ഗുണമാണ്. സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, ശ്വാക്കളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. നന്ദി, സ്നേഹം, ഇതൊക്കെ. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൽ നിന്നും ഓരോന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുമുണ്ട്, അവയൊക്കെ പൂജിക്കുന്നുണ്ട്. പ്രതീകമായിട്ട് ഭൂമി പൂജ നമ്മൾ ചെയ്യുന്നു. ഉദ്ദേശം പലതുമായിരിക്കാം, പക്ഷെ ആ ഭൂമിയെ നമ്മൾ ബഹുമാനിക്കുന്നു, ഭൂമി പൂജ ചെയ്യുന്നു, വൃക്ഷപൂജ ചെയ്യുന്നു, അല്ലേ? മൃഗങ്ങളെ പൂജിക്കുന്നു, പശുവിനെ പൂജിക്കുന്നു. ഇങ്ങനെ ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ളതേ ഈ പ്രപഞ്ചത്തിൽ ഉള്ളൂ എന്നാണ് ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ കാതൽ. അപ്പോൾ നമുക്ക് 4 അക്ഷരം പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുടെ പാദപൂജ, പാദത്തിൽ പൂജിക്കുക എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനെ നിഷേധിക്കുന്നവർ ഭാരതീയ സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കാത്തതാണ്. മാത്രമല്ല, ഈ പാദം എന്ന് പറഞ്ഞാൽ എന്തോ മലിനമായൊരു സാധനമാണെന്നാണ് കരുതുന്നത്. പാദത്തേക്കാൾ എത്രയോ മലിനമാണ് നമ്മുടെ നാക്ക് എന്ന് ആലോചിക്കണം, അല്ലേ? വിഷം കുത്തിവെക്കുന്നതാണ് നാക്ക് എന്ന് പറയുന്നത്. അതിനൊന്നും കുഴപ്പമില്ല. പാദത്തിൽ നമസ്കരിച്ചാൽ പോയി കാര്യം, പാദപൂജ ചെയ്താൽ പോയി. ഈ ഒരു മനുഷ്യൻ്റെ പാദം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഹീനമായൊരു സാധനമാണെന്നാണ് കരുതിയിട്ടുള്ളത്. ആ കാലമൊന്നും ഇല്ലാതായി നോക്കണം എൻ്റെ വിവരം അറിയണമെങ്കിൽ. നമസ്കരിക്കുന്നത് എവിടെയാ? പാദത്തിലാണ് നമസ്കരിക്കുന്നത്. ക്ഷേത്രത്തിൽ ചെന്ന് നമസ്കരിക്കുമ്പോൾ എങ്ങനെയാ? വിഗ്രഹം അവിടെ വയ്ക്കുന്നു, പാദത്തിന് മുന്നിലാണ് നമസ്കരിക്കുന്നത്, അല്ലാതെ ഉയർന്നിട്ട് തലയ്ക്ക് മുന്നിലല്ല. അപ്പം ശിരസ് പോലും കുമ്പിടുന്ന പാദത്തിൻ്റെ മുകളിലാണ്. അപ്പം ആ പാദത്തിൻ്റെ വില എത്രയുണ്ട്? നമ്മളങ്ങ് ധരിച്ച് വയ്ക്കുക, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇന്നൊക്കെ നല്ലതാണ്, ഇന്നൊക്കെ മോശമാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോഴേ ഒരു മനുഷ്യനാവുള്ളൂ. മനുഷ്യൻ മാത്രമല്ല, ഒരു മൃഗവും എന്തായാലും അതിന് വേണ്ട അവയവങ്ങളൊക്കെ അതിന് വേണം. ഇപ്പം പാദം അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ല. മനസ്സിലായോ?
അപ്പോൾ എന്നിട്ട് അതിൽ ഓരോരുത്തർ വലിയ വിദ്വാൻമാരെ, ഒരു ശ്യാംകുമാറോ എന്തോ അതിന് എതിരായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കേട്ടു. ശ്യാംകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു വിരുദ്ധതയാണ് മൂപ്പർക്കുള്ളത്. ഹിന്ദു വിരുദ്ധത മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബ്രാഹ്മണ വിരുദ്ധത. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗീതയും എല്ലാം ബ്രാഹ്മണരുടേതാണ് എന്നാണ് മൂപ്പരുടെ സങ്കല്പം. അങ്ങനെയാണ്. ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് വിഷയത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതങ്ങനെ ചില ജന്മങ്ങളുണ്ട്. അതിനെന്തെങ്കിലും കാരണങ്ങൾ അവർക്കുണ്ടാവും. എവിടുന്നെങ്കിലും വല്ല ശ്ലോകങ്ങളും തപ്പിപ്പിടിച്ച് കൊണ്ടുവരും. ദുർവാഖ്യാനം ചെയ്യാൻ എളുപ്പമാണ് സംസ്കൃത ശ്ലോകങ്ങളെ. കാരണം അർത്ഥമൊന്ന് പലതരത്തിലുള്ള അർത്ഥമുണ്ടായിരിക്കും. അതിൽ ആവശ്യമുള്ള അർത്ഥം എടുക്കുന്നതിന് പകരം മറ്റൊരു അർത്ഥം എടുത്താൽ പോയി കാര്യം. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ കാതലാണ് ഈ സാധനങ്ങളൊക്കെ. ഒരു ഗുരുവിൻ്റെ പാദത്തെ പൂജിക്കുക എന്ന് പറഞ്ഞത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. മാത്രവുമല്ല, അഹങ്കാരം ഇല്ലാതാക്കുന്ന ഒന്നുകൂടിയാണത്. ഞാൻ എന്ന ഭാവം, ഒരാളുടെ പാദത്തെ നമസ്കരിക്കുക അല്ലെങ്കിൽ പാദപൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വയം അഹങ്കാരം ഇല്ലാതാക്കുന്നൊരവസ്ഥ കൂടിയാണ്. ഇതൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ പരിഷ്കാരങ്ങൾ വർദ്ധിച്ചാൽ എല്ലാറ്റിനെയും എതിർക്കുന്ന ഒരാളുണ്ടല്ലോ. എല്ലാറ്റിനെയും, എല്ലാ ചടങ്ങുകളെയും എതിർക്കുന്ന ആൾക്കാരില്ലേ? ഇപ്പം ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. ഇപ്പം വിവാഹം തന്നെ വേണ്ട, എന്തിനു വിവാഹം? ഒരുമിച്ചാണ് ജീവിച്ചാൽ പോയോ? എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, വേറൊരാളുടെ അടുത്ത് കൂടിയിട്ട് ജീവിക്കുക. ലിവിങ് ടുഗദർ, അതിന് ഓമനപ്പേരുമുണ്ട്. ഇത് ഒരു മനുഷ്യനെ പരിഷ്കാരത്തിലേക്കല്ല കൊണ്ടുപോവുക, ഒരുതരം കാടത്തത്തിലേക്കാണ് കൊണ്ടുപോവുക. പുറകോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. ആരെയും എനിക്ക് ബഹുമാനിക്കേണ്ട, ആരെയും ഭയപ്പെടേണ്ട, ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് ദൈവവിശ്വാസികൾ. അതല്ലാത്തവർക്ക് അതും വേണ്ട. ദൈവത്തെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം ഭയപ്പെടുന്ന ഒരു ഭീകര ജീവിയുമല്ല, രൂപവുമില്ല, ഒന്നുമില്ല. ദൈവത്തിന് അരൂപമാണ്. നമ്മൾ നമ്മുടെ മനസാക്ഷിയെ പേടിച്ചാൽ മതി. സത്തായ കർമ്മങ്ങൾ ചെയ്യുക, സത്തായ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, സത്തായ ചിന്തകൾ ഉണ്ടായിരിക്കുക, ഇത് മാത്രം മതി. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുതന്നെ ഭക്തിയാണ്. കാരണം എൻ്റെ ഈ ശരീരത്തിനകത്തുള്ളതും അതേ ചൈതന്യം തന്നെയാണ്. ഇതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു അധ്യാപകനായാലും അയാളുടെ ശരീരത്തിനകത്തുമുള്ളത് എന്താണ്? അതേ ചൈതന്യം തന്നെയാണ്. അപ്പോൾ പ്രതീകമായിട്ട് ആ ശരീരത്തെ, പാദത്തെ പൂജിച്ച എന്താ കുഴപ്പം? എന്താണ്? ക്ഷേത്രസങ്കല്പം തന്നെയായത്. ഒരു ക്ഷേത്രത്തിൽ തന്നെ പൂജിക്കുന്നതും ഒരു വ്യക്തിയെ പൂജിക്കുന്നതും ഫലത്തിൽ തുല്യം തന്നെയാണ്. കാരണം ശരീരം, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ, ഈ ശരീരം ഒരു ക്ഷേത്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു ക്ഷേത്രജ്ഞനുണ്ട്, അതാണ് ഞാൻ എന്ന് പറയുന്ന ആത്മാവ്. അതിനെയാണ് നമ്മൾ പൂജിക്കുന്നത് ശരീരത്തിലൂടെ. നമുക്കങ്ങനെ പറ്റുള്ളൂ. അദൃശ്യമായ അരൂപമായ എല്ലാറ്റിനെയും അനുഭവിക്കണമെങ്കിൽ ശരീരത്തിലൂടെ പറ്റുള്ളൂ. വൈദ്യുതി നമ്മൾ എങ്ങനെ അനുഭവിക്കും? കാണാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? തൊടാൻ പറ്റുമോ? ശ്വസിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പോൾ ബൾബ് എന്ന മാധ്യമത്തിലൂടെ നമ്മളത് അനുഭവിക്കുന്നു. അല്ലെങ്കിൽ ഫാൻ എന്നോ AC എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മാധ്യമത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നു. ഇതേമാതിരിയാണ് അരൂപമായിട്ടുള്ള ഈശ്വര ചൈതന്യത്തെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു ശരീരം അത്യാവശ്യമാണ്. അപ്പോൾ ഗുരു എന്ന ഈശ്വരനെ പൂജിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള, നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ ശരീരത്തിലൂടെ അതിനെ കാണുക. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ ഭാസിക്കുന്നത് അതേ ചൈതന്യം തന്നെയാണ്. ഇത്രയും വിശാലമായ ഒരു അർത്ഥതലത്തിലാണ് ഈ ഗുരുപാദപൂജ, ഗുരുപൂജ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ അഹങ്കാരം കൊണ്ട് കുട്ടികളെ കൊണ്ട് കാല് പിടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നത് ഒരുതരം എന്താ പറയുക,
ആത്മനിന്ദ തന്നെയാണ് അവർ ചെയ്യുന്നത്. വായെ തോന്നിയത് വിളിച്ച് പറയുക, അല്ലാതെ ഭാരതീയ സംസ്കൃതി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. ഇതിനേക്കാൾ ദോഷകരമായ മറ്റു പലതും ഉണ്ട് ഇവിടെ, അതൊന്നും പറയില്ല. ഒരു കുട്ടി ഒരു ഗുരുവിൻ്റെ പാദത്തെ പൂജിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ ഗുരുവിനോ പ്രശ്നമില്ല. പിന്നെ ആർക്കാ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കോ? എന്തിന്? ആർക്കെങ്കിലും വല്ല ദോഷമുണ്ടോ? ആരെങ്കിലും വല്ല സ്വത്ത് നഷ്ടപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും ജീവഹാനിയുണ്ടോ? ഒന്നുമില്ലല്ലോ. ഒരാൾ പാദത്തിൽ നമസ്കരിക്കും, അതയാളുടെ ഇഷ്ടം, അതയാളുടെ സംസ്കാരം. അതിനൊക്കെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? അതായത് വേറെ വിഷയമില്ല, വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, കാര്യമായ വിഷയങ്ങളിൽ ഇടപെടാൻ സാധ്യമല്ല. ഇടപെടണമെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കുക, ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂടെ? 10 ആളുണ്ടെങ്കിൽ ശരി, എന്നാൽ ചാടിക്കളച്ചില്ലേ. 10 ആളെ കിട്ടുക എപ്പോഴാണ്? ഇപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാൽ 10 ആളെ കിട്ടും. ഇപ്പോൾ അപ്പായിക്കളയാൻ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊന്നും ഗൗനിക്കേണ്ട. ഇതൊരാളുടെ കാല് പിടിക്കുകയല്ല, മനസ്സിലായില്ലേ? പാദപൂജ, ഗുരുവിൻ്റെ പാദപൂജ എന്ന് പറയുന്നത് പണ്ട് മുതലേ തുടങ്ങി വെച്ചുള്ള വർഷങ്ങളായിട്ടുള്ള സംഗതിയാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഞാനും ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ, എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഇതൊന്നും ഒരു ഗൗരവമായിട്ട് എടുക്കണ്ട. ഭാരതീയ സനാതന ധർമ്മത്തിലെ കാര്യങ്ങളെ അനുഷ്ഠിക്കുന്ന സമയത്ത് അതിന് എതിർപ്പുകൾ ഉണ്ടാകും. അതിനിന്ന് വിലയുണ്ട് ഇവിടെ. ഇപ്പോൾ താൽക്കാലികമാണ്, അത് മാറിപ്പോകും, അത് വേറൊരു കാര്യം. എന്ന വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ടോ ഹിന്ദുവിൻ്റെ കയ്യിൽ, അപ്പം ഇത് നിൽക്കും. അപ്പം അതില്ലാത്തതുകൊണ്ടാണ്. അത്രയുള്ള സംഭവം. ഇതിൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ്. എന്നൊരു വോട്ട് ബാങ്കായിട്ട് ഹിന്ദു മാറുന്നുവോ അതോടുകൂടി ഇതെല്ലാം നിൽക്കും, സംശയിക്കേണ്ട. അത്രയും. നന്ദി, നമസ്കാരം.